ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചൈനീസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതേ റെസിപ്പിയിൽ നോൺ വെജ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ചൈനീസ് എന്ന് പറഞ്ഞാലും നമ്മളിവിടെ കഴിക്കുന്നതൊന്നും ഒത്തൻറ്റിക് ചൈനീസ് അല്ല, ഇച്ചിരി ഒരു ഇന്ത്യൻ വേർഷൻ ആക്കിയതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചൈനീസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് 1.5 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം പെതുക്കെ സോഫ്റ്റായിട്ട് ഒരുപാട് അങ്ങ് ഞെരിടാതെ സൂക്ഷിച്ച് അത് കഴുകി ഒരു 30-35 മിനിറ്റ് അത് കുതിരാനായിട്ട് വയ്ക്കുക. കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് വേണ്ട എല്ലാം എടുത്ത് നമുക്ക് അടുപ്പിച്ച് വയ്ക്കാം. അടുപ്പിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോന്ന് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ചൈനീസ് ഡിഷസൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, വളരെ പെട്ടെന്ന് നല്ല ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം ഒരു 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ കണക്ക് പറയുന്നില്ല, കണക്കെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലേക്ക് ഉപ്പിട്ടു, ഓയിലൊഴിച്ചു, അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇടുക. പിന്നെ വേറൊരു കുഞ്ഞൊരു പാത്രത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, 1 സ്പൂൺ സോയാ സോസ് എടുക്കുക. ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂൺ വെള്ളവും ഒഴിച്ചു, ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. ചില്ലി ഗാർലിക് സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് പകരം ചില്ലി സോസ് ആയാലും മതി. അതിനു വേണ്ടി മാത്രമായിട്ട് ചില്ലി ഗാർലിക് സോസ് മേടിക്കണം എന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ കറക്റ്റ് അതിൻ്റെ വേവ് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൈനീസ് ഫ്രൈഡ് റൈസ് അത് പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേറെ ഒന്നിനും പോകാതെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അത് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ഉടനെ തന്നെ അത് വെള്ളം വാലാനായിട്ട് വെക്കണം. വെള്ളം വാലാനായിട്ട് വെച്ചാലും അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കരുത്. ഉടനെ തന്നെ ഒരു തടിത്തവിയോ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിട്ട് സൂക്ഷിച്ച് നമ്മളതൊന്ന് ഇളക്കി ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കണം. പിന്നെ ആ വാലാൻ വെച്ച ചോറ് ചെയ്യാനുള്ളത് 2-3 പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ സ്പൂണിൻ്റെ അറ്റം മാത്രം യൂസ് ചെയ്തിട്ട് സൂക്ഷിച്ച് അതൊന്ന് ഇളക്കി മാറ്റി ഇട്ട് കൊടുക്കണം. 1 പാത്രത്തിലോ 2 പാത്രത്തിലോ, നമ്മുടെയൊക്കെ ചോറ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ 3-4 പാത്രത്തിലായിട്ട്. പക്ഷേ ആ ഇളക്കി കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം അത് കൈകാര്യം ചെയ്യണേ. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഒന്നിനും കാണാനൊരു രസം ഉണ്ടാവില്ല. ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫാനും അങ്ങിട്ട് കൊടുക്കണം. പക്ഷേ നമ്മളൊരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പോരാ, അത് ഒന്ന് ഇട്ട് കൊടുത്ത് എന്നാലും അത് ആ ചോറിൻ്റെ അടിഭാഗത്ത് എന്നാലും ചൂടുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇളക്കി മാറ്റിയിട്ട് കൊടുത്തിട്ട് ഫാനിട്ട് അത് എത്രയും വേഗം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ സേഫാണ്. ഇനി നമ്മളതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുക്കുകയാണ്. ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞത്, ക്യാരറ്റ് വളരെ തിന്നായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി വളരെ കൊച്ചായിട്ട് അരിഞ്ഞത്, സെലറി, സ്പ്രിംഗ് അണിയൻ, കാപ്സിക്കം, ഇതിത്രയും പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിത്രയാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ചൈനീസ് ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കില്ല. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്ക് കുഞ്ഞായിട്ട് നുറുക്കിയ വെളുത്തുള്ളി അതിലേക്കകത്തിട്ട് വഴറ്റി അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് നല്ല ചൂടിൽ വഴറ്റുക. പാത്രവും എണ്ണയും നന്നായിട്ട് ചൂടായി ഉറപ്പായ ശേഷം മാത്രം വേണം നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാനായിട്ട്. നമ്മൾ വെജിറ്റബിൾസ് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടു. ഇനി നമ്മൾ ചേർക്കുന്നത്, നമ്മളൊരു കുഞ്ഞു പാത്രത്തിൽ സോസും കുരുമുളക് പൊടി, ഉപ്പ്, പഞ്ചസാര എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതായി ഇപ്പോൾ ചേർത്ത് ഒന്ന് ഇളക്കിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് ചോറ് ആഡ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയുന്നത്, ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം നല്ലൊരു ചൈനീസ് സൈഡ് ഡിഷ് കാണിച്ചല്ലോ, അത് കോളിഫ്ലവർ കുങ്പാവാണ്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ മഞ്ചൂറിയനാണ്, ഗോബി മഞ്ചൂറിയൻ. അതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാത്തതിൻ്റെ കാര്യം, ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. ഇതൊരു 5-5.5 മിനിറ്റിലെങ്കിലും ഈ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ഷുവറായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അത് നല്ലൊരു ഡിഷാണ്, അത് ട്രൈ ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇപ്പം കാണാമല്ലോ, ഒന്നൊന്നേ തൊടാതെ നല്ല വിട്ട് ഓരോ അരിയും കിടക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് വേവിന് എടുത്തത് കൊണ്ടാണ്. എന്നാൽ തീരെ വേവ് കുറഞ്ഞും പോകാൻ പാടില്ല കേട്ടോ.
അപ്പം നമുക്കിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ കുങ്പാവുമായിട്ട് സെർവ് ചെയ്യാം. അത് ഞാൻ ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സെമി ഗ്രേവി ആക്കാം. അപ്പോൾ അടുത്ത എൻ്റെ റെസിപ്പി കോളിഫ്ലവർ കുങ്പാവായിരിക്കും. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്